Dear members, I am secretary of this Netaji Club. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന്. മാർച്ച് 25 ശേഷം റിലീസ് ചെയ്യുന്ന സിനിമകൾക്ക് ഫിലിം ചേംബറിന്റെ അനുമതി വാങ്ങി വേണം കരാർ ഒപ്പിടാനെന്ന അഫിലിയേറ്റ് സംഘടനകളോട് ഫിലിം ചേംബർ നിർദ്ദേശിച്ചു. എന്തിനാ? Why? So, ആരാണ് ഈ സ്റ്റീഫൻ നെടുമ്പള്ളി? The most celebrated upstart of contemporary politics. 27-ന് റിലീസ് ചെയ്യുന്ന മോഹൻലാൽ ചിത്രം എമ്പുരാനെ ലക്ഷ്യമിട്ടാണ് പുതിയ നിർദ്ദേശമെന്ന വിമർശനം ഉയരുന്നുണ്ട്. വർഷങ്ങളായിട്ട് ഞാൻ കഷ്ടപ്പെടുക ഒരു സിനിമ എടുക്കാൻ, ഒരുപാട് അനുഭവിച്ചു. ഇനി എന്നെ ദ്രോഹിക്കാൻ വന്നാലും ഭീഷണിപ്പെടുത്തണം. നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും. എന്താ നിന്റെ വിഷമം? മാത്രമല്ല, ഇപ്പോഴത്തെ എല്ലാവരും വാങ്ങിക്കുന്ന റെമ്യൂണറേഷൻ വളരെ കൂടുതലാണ്. ഒരു രണ്ടാം നിലയിലുള്ള താരങ്ങൾ വരെ വാങ്ങിക്കുന്ന വളരെ കൂടുതലാണ്. എനിക്ക് നല്ല വിഷമമുണ്ട്. അല്ലടാ എന്നോട് നീ ഉണ്ട് ഉണ്ടോ? അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ഇനി പുറത്തുള്ള നിർമ്മാതാക്കൾക്ക് ഡേറ്റ് കൊടുത്താൽ ശരിയാവില്ല. സരോജ് പച്ചാളം കമ്പൈൻസിന്റെ പടങ്ങൾ മാത്രം മതി. എമ്പുരാൻ റിലീസ് ദിവസം സൂചന പണിമുടക്ക് നടത്താൻ നിർമ്മാതാക്കളുടെ നീക്കം. മാർച്ച് 27-നാണ് സൂചന പണിമുടക്ക് നടത്താൻ നീക്കം നടക്കുന്നത്. ചെയ്തതാരായിരിക്കും നമ്പൂരിശ? നിങ്ങളുടെ ചങ്ങാതിയ കലന്തനാവാനേ വഴിയുള്ളൂ. 100ാം ക്ലാസ് ചെറ്റത്തരം കാട്ടും ശേഖരൻ. അതവന്റെ രക്തത്തിലുള്ളത്. ജൂൺ മുതൽ സിനിമാ സമരം തുടങ്ങാനാണ് ഫിലിം ചേംബർ ഉദ്ദേശിക്കുന്നത്. ഇതിനു മുന്നോടിയായി മാർച്ചിൽ സൂചനാ സമരം നടത്തും. മാർച്ച് അവസാന വാരമായിരിക്കും സൂചനാ സമരമെന്നാണ് അറിയുന്നത്. പട്ടി പുരുഷു താങ്ങുന്നത് കാർത്തികേയനിട്ടാണെന്ന് നീ ഓർത്തില്ലേ? അതോ നീ എത്രയ്ക്കങ്ങ് വലുതായ? മാർച്ച് 27-ന് റിലീസ് ചെയ്യുന്ന മോഹൻലാൽ ചിത്രം എമ്പുരാനെ കൂടി ലക്ഷ്യമിട്ടാണ് മാർച്ച് 25 എന്ന തീയതി തീരുമാനിച്ചതെന്നാണ് അണിയറ സംസാരം. സവാരി ഗിരിഗിരി തോർത്തുമുണ്ട് നിവർത്തി തോട്ടിലെ വെള്ളത്തിൽ മാമനും മോനും കൂടെ പരൽമീനുകളെ പിടിച്ച് കളിച്ചിട്ടുണ്ടാവും. ആ ഈരിഴ തോർത്ത് വിരിച്ചാൽ ശ്രാവിനെ കിട്ടുമെന്ന് വിചാരിച്ച് വെറുതെ നനയണ്ടോ? ഇത് കാർത്തികേയനാ. ഞങ്ങൾ സിനിമ നിർത്തണം എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ നിർത്തിയിരിക്കും. അതിൻ്റെ അത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയാതെ എങ്ങനെ പ്ലാൻ ചെയ്ത് പോകണം എന്നുള്ളത്. പിന്നെ ഭീഷണിയുടെ സ്വരം അതെന്നോട് വേണ്ട. ഫിലിം ചേംബറിന്റെ തീരുമാനങ്ങൾക്ക് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരാൾക്ക് മാത്രം ചില ഇളവുകൾ കൊടുക്കുന്നത് ന്യായമല്ല. സീബ്ര മാച്ചോർസ്, KPM ഇൻഡസ്ട്രീസ്, ഇവരെല്ലാം നമ്മൾ ഇതുപോലെ പിടിക്കാൻ പോവാ. നമ്പ്യാരെ, ഈ കളി നമ്മൾ തമ്മിലാണ്. ന്യായം എന്റെ പക്ഷത്തും. അതുകൊണ്ട് തന്നെ ജയവും എനിക്ക് തന്നെ ആവും. എന്റെ പൈസ എന്റെ ഇഷ്ടത്തിന് സിനിമ എടുക്കണമെന്നാണ് അതിന്റെ ഒരു റൈറ്റ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിന്റെ മാഷാണോ അതോ നീ എന്റെ കാലനാണോ? എന്തായാലും ബലം ഒന്ന് തന്നെയല്ലേ. ഒന്ന് വെറുതെ ഇടോ. ഫ്ലാഷ് ബാക്ക്. ആദ്യമായിട്ട് പറയാനുള്ളത്, മലയാള സിനിമ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കരം തന്നെ. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. ഇവനിങ്ങനെ അഭിനയിച്ചാലേ ഭാവിയിലെ ജയറാമല്ലടാ. 176 ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തകർന്നടിയാണ്. അല്ലടാ ആണ് എന്റെ കാര്യം ഞാൻ വേറെ ആളോട് ചോദിക്കണേ. അല്ലടാ പ്രൊഡക്ഷൻ കോസ്റ്റ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു. ആർട്ടിസ്റ്റിന്റെ റെമ്യൂണറേഷൻ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള റെമ്യൂണറേഷൻ. താരങ്ങൾ കാശ് വാങ്ങുന്നുണ്ട്, പക്ഷെ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? താരങ്ങളെ എപ്പോഴാ കൂടുതൽ ചോദിക്കുന്നത്? അവരുടെ സക്സസ് ആകുമ്പോൾ അവർ കൂടുതൽ റെമ്യൂണറേഷൻ ചോദിക്കുന്നുണ്ട്. സ്വാഭാവികം. 4 പടം പൊട്ടുമ്പോൾ അവർ കുറയ്ക്കണോ വേണ്ടയോ അതിനൊന്നും മറുപടി പറഞ്ഞതാണ്. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവരണേ. അന്ന് മലയാള സിനിമ സ്തംഭിക്കും. ഒരു തിയേറ്ററിലും ഒരു പ്രൊഡക്ഷൻ ഉൾപ്പെടെ ഒന്നും നടക്കില്ല. കൺട്രോൾ കൺട്രോൾ. ഒരു താരവും അഭിഭാജ്യ ഘടകമല്ല. അല്ല, തീർച്ചയായിട്ടും അല്ല. ഒരു താരവും അഭിഭാജ്യ ഘടകമല്ല. അല്ല. ഉറപ്പിക്കാമോ? എന്നാ തോമം മുടിയൊന്നും നീട്ടി വളർത്തും. SI സോമം പുള്ളയ്ക്ക് ചെരക്കാൻ. പല നമ്മുടെ ടെക്നീഷ്യൻസും വീട്ടിൽ പട്ടിണിയും പരിവട്ടവുമായിട്ട് കഴിയുന്ന സിറ്റുവേഷനാണോ? എന്താടോ ഒരു ഇമോഷണൽ ട്രാക്ക്? എന്നെ ദാരിദ്ര്യം പറഞ്ഞു ബോധിപ്പിക്കുന്നു വേണ്ടേ? മാർവാടി എടുക്കുന്ന കടമായിട്ടാണ്, പലിശക്ക് എടുത്തിട്ടാണ് പടം എടുക്കുന്നത്. ഇങ്ങനെയൊക്കെ ഇത്ര കഷ്ടപ്പെട്ട് ഇവരെന്തിനാ എടുക്കുന്നത്? ഇവിടെ പൈസയുള്ള പിള്ളേരുണ്ടെന്ന്. ഇവിടെ പണം എനിക്കൊരു പ്രശ്നമല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ, എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. ഇവിടുത്തെ എല്ലാ ആർട്ടിസ്റ്റുകളും വാങ്ങിക്കുന്ന കോടിക്കണക്കിന് റെമ്യൂണറേഷൻ. ചില മുന്തിയ ടെക്നീഷ്യൻസ് വാങ്ങിക്കുന്നതും കോടിക്കണക്കിന് റെമ്യൂണറേഷൻ. ഇയാള് പറയുന്ന കേട്ടാ ഇത് മുഴുവൻ ഞാൻ കാരണം സംഭവിച്ചാണെന്ന് തോന്നുമല്ലോ.
ഈ മാസം 19-ന് തന്നെ സിനിമ റിലീസ് ചെയ്യും. അത് കഴിഞ്ഞ് തന്നെ ശരിക്കും ഞാനൊന്ന് കാണുന്നുണ്ട്. ആ വരവിനായി കാത്തിരിക്കൂ. ഞാനും കാത്തിരിക്കുകയാണ്. മാർച്ച് 27 എമ്പുരാൻ. This deal is with the devil.